തീർച്ചയായിട്ടും ഇന്നത്തെ തിരച്ചിൽ നിർണായകമായ ഒരു ദിവസമാണ്. SDRFിൻ്റെ സംഘം ഓൾറെഡി ഇവിടെ ഉണ്ട്. അവർ തെരച്ചിൽ ആരംഭിക്കാൻ പോവുകയാണെന്ന് മനസ്സിലാക്കുന്നത്. ഈശ്വർ മൽപെ അല്പസമയത്തിനകം 10 മണിയോടെ കൂടി ഇങ്ങോട്ട് ഇറങ്ങുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ നേവി ഉൾപ്പെടെയുള്ളവർ ഇത് സഹായിക്കുന്നതിന് സപ്പോർട്ടിനായി നിരീക്ഷണത്തിന് വേണ്ടി എത്തുന്നത് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും വിവരം ലഭിച്ചിരുന്നു. എൻ്റെ ഭാര്യ അഞ്ജുവിനെ ഇന്നലെ കലക്ടർ വിളിച്ചു സംസാരിച്ചിരുന്നു. അവർ പറഞ്ഞിരിക്കുന്നത് ഇന്ന് നേവിയുടെ സഹായവും ഉണ്ടാവുമെന്ന അറിയിപ്പാണ് കിട്ടിയത്. കൂടുതൽ ഔദ്യോഗിക സംവിധാനങ്ങൾ കൂടി ഉണ്ടാവും. ഇന്നലെ ഈശ്വർ മാൽപെ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് കുറച്ചുകൂടി അത്തരം ഔദ്യോഗിക സംവിധാനങ്ങൾ കൂടി ഉണ്ടാവുമല്ലേ? തീർച്ചയായിട്ടും ഔദ്യോഗിക സംവിധാനങ്ങളുടെ ആംബുലൻസ്, SDRFിൻ്റെ സംഘം എല്ലാം ഇവിടെ സജ്ജമാണ് ഇപ്പോൾ. ഇത് വളരെ കാരണം ഇപ്പം നിലവിലിപ്പം അടിയൊഴുക്ക് വളരെ കുറവാണ്. ഈശ്വർ മാൽപെക്ക് ഉൾപ്പെടെ എല്ലാവർക്കും തന്നെ ഡൈവ് ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യമുണ്ട്. ഇന്നലെയോ അങ്ങനെ തന്നെയായിരുന്നു. ഒരു പ്രതീക്ഷയുടെ ദിനമാണല്ലോ ഇത്. തീർച്ചയായിട്ടും ഒരു പ്രതീക്ഷയുടെ ദിനം തന്നെയാണ്. ഈ ഒരു കാലാവസ്ഥ ഇപ്പോൾ ഈ 1-2 ദിവസത്തിനുള്ളിൽ നമുക്ക് എന്തായാലും ഇവിടെ പോയ ആൾക്കാരെ കണ്ടെത്തണം. അർജുനും മറ്റു 2 പേരും നമുക്ക് ഈ 2 ദിവസം കൊണ്ട് തന്നെ കണ്ടെത്താൻ പറ്റുമെന്ന് തന്നെയാണ് ശുഭാപ്തി വിശ്വാസം. ഉടൻ തന്നെ ഈ തെരച്ചിൽ ആരംഭിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈശ്വർ മാൽപെ ഇപ്പം അങ്ങോട്ട് പോയിട്ടുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. അതെ 10 മണിക്ക് ആകുമ്പോഴേക്ക് ഇറങ്ങുമെന്നാണ് അദ്ദേഹം അറിയിച്ചത്. അതിനുള്ള തയ്യാറെടുപ്പ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. SKN അല്പസമയത്തിനകം തന്നെ തിരച്ചിൽ ആരംഭിക്കും. നിലവിൽ ഇപ്പോൾ SDRFിൻ്റെ സംഘമാണ്, അവരുടെ 30 അംഗ സംഘമാണ് നിലവിൽ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത്. അവർ പുഴയിലൊരു പ്രാഥമിക പരിശോധന മാത്രമായിരിക്കും. അവർ കൂടുതലായി ഈ ഡൈവ് ചെയ്തുകൊണ്ടുള്ള തെരച്ചിലേക്കൊന്നും അവർ കടക്കില്ലായിരിക്കാം. ഒരു പക്ഷേ ഇതിലൊരു സപ്പോർട്ടായിരിക്കും. അത് നേരത്തെ ഇന്നലെ ഉണ്ടായിരുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഈശ്വർ മാൽപെ തെരച്ചിൽ ഇറങ്ങുമ്പോൾ മറ്റ് സംവിധാനങ്ങൾ അദ്ദേഹത്തെ സഹായിക്കുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിനൊരു ഒരു സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടി നേരത്തെ ഉണ്ടായിരുന്നില്ല. പക്ഷേ നിലവിലിപ്പോൾ ഇതിൻ്റെ ഒരു ഔദ്യോഗിക സംവിധാനങ്ങളെല്ലാം എത്തുന്നു എന്നുള്ളത് വളരെ പ്രതീക്ഷ നൽകുന്നതാണ്. കൂടുതൽ ഇപ്പോൾ ജിതിൻ സംസാരിച്ച പോലെ തന്നെ ജില്ലാ കളക്ടർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. നേവിയുടെ സംഘവും ഇവരെ സഹായിക്കുന്നതിന് വേണ്ടി എത്തുമെന്നുള്ളത്. ഫയർഫോഴ്സിൻ്റെ ടീം ഇതിനകം തന്നെ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ഫയർഫോഴ്സിൻ്റെ സംഘവും ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്കെന്തായാലും അത്തരം കൂടുതൽ ദൃശ്യങ്ങളിലേക്കൊക്കെ പോകാം. ഈശ്വർ മാൽപെ അല്പസമയത്തിനകം തെരച്ചിലേക്ക് ഇറങ്ങും എന്നതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം.